ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ 5.1 ആമ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റിമോട്ട് കിറ്റ് പറഞ്ഞാൽ Geestarൻ്റെ അപ്ഡേറ്റ് ആയ പുതിയ 5.1 റിമോട്ട് കിറ്റാണ്. നമ്മളിതിൽ 2 ട്രാൻസ്ഫോമർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 24/0 5 ആമ്പിയറും ഒരു 12/0 3 ആമ്പിയറിൻ്റെയും ഒരു ട്രാൻസ്ഫോമറാണ്. പവർ സെക്ഷൻ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ സൺവാക്ക് എന്ന കമ്പനിയുടെ 10,000 UF-ഉം 50 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സബ് ഊഫറിനായി നമ്മൾ STK 4191 ഐസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 5 ചാനലുകൾക്ക് വേണ്ടി TDA 2030 ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എക്സ്ട്രാ ഗെയിനിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഗെയിൻ ബൂസ്റ്റർ ബോർഡാണ്. ഇതാണ് നമ്മുടെ Geestarൻ്റെ റിമോട്ട് കിറ്റിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് മെയിൻ ബോർഡാണ്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ സറൗണ്ടിങ്ങിന് വേണ്ടി നമ്മളൊരു സറൗണ്ടിങ് ബോർഡും സബ് പ്രീ ബോർഡ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ Geestar റിമോട്ട് കിറ്റിൽ പറയുകയാണെങ്കിൽ ഇതിൽ സറൗണ്ടിങ് നമുക്ക് ക്ലിയർ ആയി കിട്ടില്ല. നമുക്ക് ബാസ് ഒന്നും കൂടി പഞ്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു ഫിൽറ്റർ ബോർഡും കൂടി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 2 കൂളർ ഫാൻ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നും ഒരു ഔട്ടുമായിട്ടാണ് നമ്മൾ 2 കൂളർ ഫാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പീക്കർ സോക്കറ്റിൽ വരുന്നത്. ഒരു 5.1 ഇൻപുട്ട് കൊടുക്കാനുള്ള സെക്ഷനും TV DTH അങ്ങനെയുള്ള നമുക്കൊരു ആക്സ് പിൻ എടുക്കാനുള്ള സെക്ഷനുമാണ് അടുത്തായി നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റ് നമുക്ക് ഒരു മ്യൂസിക് വെച്ച് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയുമാണ് ഈ ആംപ്ലിഫയറെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയി കണ്ടുവരിക്കാൻ എല്ലാവർക്കും